അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിൽ പിരിയാൻ പോകുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് സങ്കടപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പെട്ടെന്നെടുത്ത തീരുമാനങ്ങൾ പലരുടെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവർക്കുണ്ടാകുന്ന നിലയും വിലയും നഷ്ടപ്പെടുന്നത് ഓർത്ത് അവർക്ക് യാതൊരുവിധ നിരാശയുമില്ലാതെ അവർ വലിയ വൈരാഗ്യത്തിലും വലിയ മത്സരത്തിലും അകപ്പെട്ടിരിക്കുന്നവർ, അതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വിശ്വാസം നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ പറ്റാതിരിക്കുന്ന രീതിയിൽ അന്ധകാരകൂപകമായ മനസ്സിലിരിക്കുന്നവർ, കർത്താവേ, അതിലാരെങ്കിലും നീ ഒരാളെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയെങ്കിലും അവിടെ സമാധാനം ഉണ്ടായിക്കൊണ്ട് കുടുംബം നിലനിർത്താൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം സ്വീകരിക്കാൻ കൂടുതൽ സാധ്യമുള്ളവരെ കർത്താവ് ഏറ്റെടുക്കണമേ.
അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരെ കൊണ്ട് കുടുംബത്തെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവെ അങ്ങ് ഐക്യത്തിലേക്ക് അവരെ വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പോലീസ് വഴക്കുകൾ, കോടതി കേസുകൾ, വസ്തു തർക്കങ്ങൾ, അത് തർക്കപ്പുരയിടങ്ങൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്ത് തീരുമാനിക്കണമെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ മനസ്സ് കുഴങ്ങുന്നവർ, ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്തവർ, കർത്താവേ അവർക്കിന്ന് തീരുമാനം കൊടുക്കണം ഈശോയെ. 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയിൽ, അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയിൽ അങ്ങനെ ദിവസത്തെ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തീരുമാനം എടുക്കാതെ കുഴയുന്നവർ, അതുപോലെ തന്നെ അവിടെ ചെന്ന ജോലി കിട്ടുമോ ഇല്ലയോ, അവിടെ ചെന്നാൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, പണം കൊടുക്കണോ വേണ്ടയോ, ഇങ്ങനെ കേസ് കൊടുക്കണോ വേണ്ടയോ, ഇങ്ങനെ ചിന്തിച്ച് കാടുകയറി തല പുകഞ്ഞ് വിഷമിക്കുന്നവരുടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിൻ്റെ മേൽ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് ഇതുപോലുള്ള സംഘർഷാത്മകമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ പരിശുദ്ധാത്മാവ് സഹായകനായി സഹായിച്ചതുപോലെ നിന്നെയും നിൻ്റെ കുടുംബത്തെയും പരിശുദ്ധാത്മാവ് തക്കദ്രവം എടുക്കാൻ വേണ്ടി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ടി കർത്താവ് സഹായത്തിന് ദൂതന്മാരെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നയിക്കുവാമേൻ. കർത്താവിനെ വിവേചിച്ചറിയണം. യേശു എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല, സാംസ്കാരിക പ്രവർത്തനമല്ല. ക്രിസ്തു ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ പാപപരിഹാര കുഞ്ഞാടാണ്. അവൻ മിശിഹായാണ്. ആ മിശിഹ എന്ന് പറയണത് പാപപരിഹാരമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ വീണ്ടെടുപ്പ് വില കൊടുക്കുക, അതാണ് അവൻ. ഈ ശരീരത്തെ, ഇതാണ് സന്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ ഗാത്രം എന്ന് പറയണത്, ആശയഗാത്രം. ഈ ആശയഗാത്രത്തെ വിവേചിക്കാതെ ക്രിസ്തുവിനെ സാംസ്കാരികവൽക്കരിക്കുകയും സാഹിത്യവൽക്കരിക്കുകയും ചെയ്യും. 1 Corinthians 11:29. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ദൗത്യത്തെ അറിയാതെ അതിനെ ഉൾക്കൊള്ളുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ക്രിസ്തുവിനെ എക്സ്പ്ലെയിൻ ഔട്ട് ചെയ്യരുത് ഒരിക്കലും. ക്രിസ്തുവിനെക്കുറിച്ച് ദൈവത്തിന് ഒരു അഭിരുചിയുണ്ട്. അത് മനുഷ്യൻ്റെ അഭിരുചിയല്ല. മനുഷ്യൻ്റെ അഭിരുചിയിലേക്ക് വരച്ചു നീട്ടിയായിട്ട് ഈശോ ഒരു റബ്ബറൊന്നുമല്ല ശരിക്കും. അപ്പം ദൈവത്തിൻ്റെ അഭിരുചി എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ച് അത് ബൈബിൾ നൽകുന്നതും അപ്പോസ്തലന്മാർ യേശുവിനെ കൊണ്ട് ജീവിച്ച് വളർന്നവരും അതിനുവേണ്ടി ജീവിതം കൊടുത്തവരും അനുഭവിച്ച ക്രിസ്തുവുണ്ട്. അത് പരപിതാവിൻ്റെ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആ ശരീരത്തെ വിവേചിച്ചറിയാതെ, ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരെ തൻ്റെ തന്നെയാണ് ശിക്ഷാവിധി ഉൾക്കൊള്ളുന്നത്. തന്നെ ഈ പരിശുദ്ധ അൾത്താരയിൽ എനിക്ക് നിൽക്കാനുള്ള വലിയ ഭാഗ്യം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് എമിൽഡ ജോസഫ്. ഞാൻ എറണാകുളം ജില്ലയിലെ കൂടാലപ്പാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ് എൻ്റെ OET ഞാൻ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തായിരുന്നു ആദ്യത്തെ അറ്റംപ്റ്റ്. പക്ഷേ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ ക്ലബിംഗ് സ്കോർ മാത്രമേ കിട്ടിയായിരുന്നുള്ളൂ. രണ്ടാമതായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഡേറ്റ് എടുത്തു. അതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ജോലിക്ക് കയറാൻ പറ്റുന്നില്ല, ആകെ ടെൻഷനായിരുന്നു. ഞാൻ അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലായിരുന്നു എനിക്ക് ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ വെഞ്ചരിച്ച രൂപം എനിക്ക് കാശുരൂപം ലഭിച്ചത്. അത് വെച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ ഒരു എക്സാം ഹാളിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ആ എക്സാം എനിക്ക് നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റി. പൊതുവെ എനിക്ക് റീഡിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ വളരെ എളുപ്പമുള്ളൊരു മൊഡ്യൂളായിരുന്നു. പക്ഷേ അന്ന് എക്സാമിന് എനിക്ക് ആദ്യത്തെ ഒരു പാർട്ടുണ്ട്, അതൊരു 15 മിനിറ്റിൻ്റെ ഒരു പാട്ടാണ്. അപ്പോൾ ആ 15 മിനിറ്റ് പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ 12 മിനിറ്റോളം ഞാൻ വെറുതെ അവിടെ ആ എക്സാമിനേഷൻ ഹാളിൽ എനിക്കൊന്നും മനസ്സിലാവാതെ ഇരുന്നു. ബാക്കിയുള്ളൊരു 3 മിനിറ്റ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എനിക്കിത് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ എക്സാം തോറ്റുപോയി, എനിക്ക് അവസാനത്തെ ഒരു ചാൻസാണിത് എനിക്ക്, അതുകൊണ്ട് എനിക്കിത് തരണം എന്ന് പറഞ്ഞു. പിന്നെ 3 മിനിറ്റിൽ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എല്ലാത്തിനും ഞാൻ ആൻസർ എഴുതി വേഗം ഞാൻ സബ്മിറ്റ് ചെയ്തു. അതുപോലെ സ്പീക്കിംഗ് മൊഡ്യൂൾ എനിക്ക് വളരെയധികം പാടുള്ള ഒരു മൊഡ്യൂളായിരുന്നു. അത് ഞാൻ അറ്റൻഡ് ചെയ്തു.
അത് എനിക്ക് വളരെ പാടായിരുന്നെങ്കിലും ഞാനപ്പോൾ പ്രാർത്ഥിച്ചു അമ്മയോട്. കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു, എന്നാലും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് UK സ്കോറോടുകൂടി തന്നെ എനിക്കത് പാസ്സായി. അപ്പോഴും ഞാൻ ഉടമ്പടിയിലായിരുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മ എന്നോട് പറയുമായിരുന്നു, എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു, നമുക്ക് ഉടമ്പടി എടുക്കണം എന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറയും, ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടി ഉടമ്പടി എടുക്കുക എന്ന് പറയുന്നത് അതൊരു തെറ്റായ കാര്യമാണ്. മാതാവിനോടുള്ള ഭക്തിയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുക്കാതെ ഞാൻ കുറേ നാളിങ്ങനെ പോയി. അത് കഴിഞ്ഞ് മെയ് 8-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മാതാവ് എൻ്റെ ആദ്യ ഉടമ്പടി അങ്ങനെ എന്നെ എടുപ്പിച്ചു. അത് വളരെ ഒരു പ്രത്യേക ഒരു കാര്യമായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം വിചാരിച്ച കാര്യം, എൻ്റെ ഒരു കാര്യസാധ്യത്തിൽ നിന്ന് ഉപരി എനിക്ക് മാതാവിനോട് ഏറ്റവും ചേർന്ന് നിൽക്കാൻ വേണ്ടി എന്നെ ഉടമ്പടി എടുപ്പിക്കണേ എന്നുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ UK പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങിയായിരുന്നു. പക്ഷെ അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. റിക്രൂട്ട്മെൻറ്റുകളൊക്കെ സ്റ്റോപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു രക്ഷയില്ലാതെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അതും ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ല. വളരെ ഇതായിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മേനോട്. അമ്മ, എനിക്കിതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്, എനിക്ക് എന്തായാലും ഇത് വേണം, കാരണം എനിക്ക് എൻ്റെ കുടുംബത്തെ അത്ര ഇതായിട്ട് നോക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കാശ് രൂപ മുറുകെ പിടിച്ച് ഞാൻ എന്ത് കാര്യത്തിന് പോയാലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ ഞാൻ ജസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടി അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ആണോ. അത് കഴിഞ്ഞ് എന്നിട്ട് അതൊരു 8 മാസത്തോളമൊക്കെ ആയി. പക്ഷെ എനിക്ക് ഒരു കോളോ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നില്ല. പാസ്സായെങ്കിലും കോളൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ DLൻ്റെ വാലിഡിറ്റി തീരാറായി. അപ്പോഴൊക്കെ ഞാൻ അമ്മയോട് പറയും, എൻ്റെ അമ്മ, എനിക്ക് എന്തായാലും ഇത് വേണം, എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഈ ഒരു ഓഗസ്റ്റിൽ ആ ഒരു സമയമായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വാലിഡിറ്റി തീരാറായ സമയത്ത് അവർ വിളിച്ചേക്കാണ് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ അന്ന് തൊട്ടാണ് എൻ്റെ ഉടമ്പടി ശരിക്കും ഫയറായി തുടങ്ങിയത്. അന്ന് തൊട്ട് എൻ്റെ അമ്മ ഏറ്റവും എൻ്റെ ഉടമ്പടിയിൽ നടന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയച്ചുരുക്കത്തോടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് കാണാൻ പറ്റി എന്നുള്ളതാണ്. ഉടമ്പടിയിലാണെങ്കിൽ പോലും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനൊരു നേഴ്സാണ്, എനിക്ക് എന്നിട്ട് ഡ്യൂട്ടിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റണില്ല അമ്മയെന്ന് ഞാൻ പറയുമായിരുന്നു. എന്നാൽ കൂടി അമ്മ എനിക്ക് തിരിച്ച് മറുപടി പറയുമായിരുന്നു, എനിക്ക് പറ്റണ പോലെ ചെയ്യുന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ പറയുമായിരുന്നു. നീ നിൻ്റെ ഈ ഒരു പരിമിതിയിൽ നിന്ന് നീ ചെയ്യാൻ ശ്രമിക്കുന്നതിലാണ് നിൻ്റെ കാര്യം എന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് വന്ന് പ്രോസസ്സിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എൻ്റെ വിസ കാർഡ് എടുക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, വർക്ക് വിസ എടുക്കാനായിട്ട്, വർക്ക് പെർമിറ്റ് എടുക്കുന്നതിന്. അപ്പോൾ അതിൽ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു 2 ആഴ്ചയോളം ഈ കാർഡ് കിട്ടാനെടുക്കും. സാധാരണ ബാങ്കുകൾ പെട്ടെന്ന് കൊടുക്കാറുണ്ട്, പക്ഷേ ഞാൻ ബാങ്കിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് 2 ആഴ്ചയെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു. അത് വെച്ച് എൻ്റെ പ്രോസസ്സിങ് ചെയ്ത എൻ്റെ എക്സാം ഡേറ്റൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ എനിക്കത് എഴുതാൻ പറ്റാതെ ആവുമായിരുന്നു. അങ്ങനെ ഞാൻ ബാങ്കിൽ പോയി, ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, വെഞ്ചരിച്ച് ഇവിടുത്തെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ എന്താ കണ്ടതെന്ന് അറിയത്തില്ല, എനിക്ക് വേണ്ടി ബാങ്ക് മാനേജർ എഴുന്നേറ്റ് വന്ന് അവിടുത്തെ സ്റ്റാഫിനെയും കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാമായിരുന്നു. ഞാൻ അപ്പോഴൊക്കെ എൻ്റെ ഈ കാശ് രൂപം മുറുകെ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് വേറെ ബ്രാഞ്ചിലും പോകേണ്ടി വന്നു. അവിടെ ഇതുപോലെ തന്നെ എന്നോട് അടുത്ത ബാങ്കിലെ ബാങ്ക് മാനേജറും ഇതുപോലെ തന്നെ എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ ക്യാബിനിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എനിക്ക് വേണ്ടി ചെയ്ത് എനിക്ക് വേണ്ടി ആ കാർഡ് അന്ന് എടുത്തു തന്നു. എൻ്റെ ബാങ്ക് അക്കൗണ്ട് പോലും ആക്റ്റീവ് ആയിരുന്നില്ല, അറിയാതെ അത് ആക്റ്റീവും കൂടി ആക്കി തന്നു. കാരണം കുറേ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്, KYC അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റാഫ് അറിയാതെ ചെയ്തൊരു മിസ്റ്റേക്ക്, ഒരു ക്ലിക്കിൽ മാത്രം കൊണ്ട് എനിക്ക് ആ ബാങ്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി. അന്ന് തന്നെ എനിക്ക് ആ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ വർക്ക് വിസ എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ മാതാവ് പറഞ്ഞു എന്നോട്, ഇന്ന ഡേറ്റിൽ ഞാൻ നിനക്ക് തരുമെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, അമ്മ എനിക്ക് ഈ ഡേറ്റിൽ എൻ്റെ മാതാവ് എനിക്ക് തരും അത്. ഞാനപ്പോൾ ഞാൻ അങ്ങനെ ഉറച്ച് വിശ്വസിച്ചു. അന്ന് രാത്രിയായി ആ ദിവസത്തിൻ്റെ. എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മയോട്, എനിക്ക് തരും അമ്മയെന്ന്. അന്ന് രാത്രി എനിക്ക് ആ വർക്ക് പെർമിറ്റ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഡിലേ ഉണ്ട് ഇപ്പോൾ വിസ അപ്ലൈ കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. കാരണം ആ ഒരു വിസ കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്നിട്ട് എക്സാം ഡേറ്റ് മാറ്റണം, അപ്പോഴേക്കും എൻ്റെ വാലിഡിറ്റി തീരും, പിന്നെ എനിക്ക് DL എടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്കത് പറ്റത്തില്ല. ഒന്നാമത് സാമ്പത്തികതയൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല, കുറേ പൈസ ഇതിനു വേണ്ടി ചിലവാക്കി. അതുകൊണ്ട് എനിക്ക് എന്തായാലും വേണം അമ്മയെന്ന് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മേനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക്
എന്നേക്കാൾ മുന്നേ അപ്ലൈ ചെയ്തവർക്ക് എൻ്റെ വിസ കിട്ടിയിട്ടില്ല അവർക്ക്. എന്നിട്ട് കൂടി അമ്മ എനിക്ക് വിസ തന്നു. അതുപോലെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എനിക്ക് മാത്രം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും വിഷമാവും അമ്മേ. അതുകൊണ്ട് എനിക്ക് അന്ന് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത എല്ലാവർക്കും തന്നെ അമ്മ ഞങ്ങൾക്ക് ഒരുമിച്ച് വിസ തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ദിവസം ചെയ്ത ആ ഏജൻസിയിൽ ചെയ്ത എല്ലാവർക്കും വിസ അമ്മ തന്ന് അന്ന് എന്നെ കൃത്യസമയത്ത് തന്ന് അമ്മ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഈ വ്യാഴാഴ്ച ഇവിടെ വന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞത്, എനിക്ക് അന്ന് വിസ വേണം, അന്ന് വിസ അമ്മ എനിക്ക് തന്നു, അല്ലെങ്കിൽ എനിക്ക് അതിനൊരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഞാൻ അന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയും, ഇവിടെ കയറി സാക്ഷ്യം പറയും എന്നാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം വരെ ആയിട്ടും എനിക്ക് ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷേ അന്ന് വൈകുന്നേരം രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഏജൻസിയിൽ നിന്ന് വിളി വന്നു, നിങ്ങളുടെ വിസ അവിടെ നിന്ന് എംബസിയിൽ നിന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്ക് വിസ പിറ്റേ ദിവസം ഒരു 2-3 ദിവസം എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കിട്ടി. ഇപ്പം ഞാൻ വിസയൊക്കെ സബ്മിറ്റ് ചെയ്ത് എല്ലാം കിട്ടി. എനിക്ക് 22-ാം തീയതി ഞാനിപ്പോൾ അയർലൻഡിന് പോകാൻ നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് എത്ര അധികം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കൂടുതലായിട്ട് ചേർന്ന് ഇനിയിപ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ എൻ്റെ പരിശുദ്ധ അമ്മ ഇല്ലാതെ എനിക്ക് പറ്റില്ല, എൻ്റെ ഈശോ ഇല്ലാതെ പറ്റില്ല. അങ്ങനെ ഒരു ലെവലിലാക്കി എന്നെ. അതുപോലെ തന്നെ എൻ്റെ ജോലിയുടെ ഇടയിലാണെങ്കിൽ പോലും ഞാൻ ഓരോ സ്റ്റാഫൊക്കെ ആണെങ്കിലും ഈ ഉടമ്പടിയിൽ വിശ്വാസമില്ലാന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു അവരോട്, ഉടമ്പടി എടുക്കാന്നുള്ളത് നമ്മൾ എന്നിട്ട് നമ്മുടെ ഒരു ജീവിതം ഒരു ചിട്ടയിലാക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ഏറ്റവും ചേർന്ന് നിൽക്കുക, അതുപോലെ തന്നെ ബൈബിള് വായിക്കുക, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഈശോയെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് അവരോട് പറയുമായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആദ്യം ഉണ്ടായിരുന്ന ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി അവർ കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ ഞാൻ കുറേ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ചിലർക്ക് എക്സാമുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ എക്സാമിന് പാസ്സാവാൻ അങ്ങനെയൊക്കെ ഞാൻ കേട്ടു. കാരണം അതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു. ഞാനും കൂടെ പ്രാർത്ഥിച്ചിട്ടാണല്ലോ അവർക്ക് എക്സാം പാസ്സാവാൻ പറ്റിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ എൻ്റെ ഓരോ കാര്യങ്ങളിലും എൻ്റെ അമ്മ എനിക്ക് വളരെയധികം ഭയങ്കര ഒരു പ്രസൻസ് എനിക്ക് കാണിച്ചു തന്നു. ഏറ്റവും കൂടുതൽ അതാണ്. എൻ്റെ കുടുംബവും എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടുതലായിട്ട് മാതാവിനോട് ചേർന്ന് നിൽക്കുന്നതിനും എല്ലാത്തിനും ഇടയാക്കി എൻ്റെ അമ്മ. അതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. കാരുണ്യപ്രവൃത്തിയായിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ചെറുതായിട്ട് ഞാൻ പൈസയൊക്കെ കൊടുത്ത് സഹായിക്കും, അതുപോലെ അരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് സഹായിക്കുമായിരുന്നു. അതുപോലെ തന്നെ കൂടുതലായിട്ടും നമ്മുടെ കൃപാസന പത്രം കൊടുക്കാൻ ഞാൻ ശ്രമിക്കും, പറഞ്ഞു കൊടുക്കും. അതുപോലെ പ്രാർത്ഥിച്ച് ഞാൻ ഓരോ പത്രത്തിലും കുരിശൊക്കെ വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോരുത്തർക്കും കൊടുക്കാൻ നോക്കാറ്. അപ്പം ഞാൻ കൂടുതലായിട്ട് നന്മകളിലേക്ക് വരാൻ തുടങ്ങി ഈ ഉടമ്പടിയിലൂടെ. പിന്നെ പ്രേക്ഷിത കൂടുതലായിട്ട് പിന്നെ പ്രാർത്ഥിക്കാനും എല്ലാത്തിനും എനിക്ക് മാതാവ് അനുഗ്രഹം തന്നു. പിന്നെ എൻ്റെ 2ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കിയത് ഈ കഴിഞ്ഞ മാസം 11-ാം തീയതി ആയിരുന്നു ഇവിടെ വന്ന്. അപ്പം ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് എക്സാം എഴുതാനുള്ളതാണ്, എനിക്ക് ഈ അയർലൻഡിൽ പോകാനുള്ളതാണ്. അപ്പം അമ്മ ഇത് ഏറ്റെടുക്കുവാണെങ്കിൽ എനിക്ക് മാതാവിനെ പിടിക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണമെന്ന് ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ചു. അമ്മ അതുപോലെ തന്നെ എനിക്ക് അമ്മേനെ പിടിക്കാനുള്ള ഒരു അനുഗ്രഹം തന്നു. അതെനിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസം നൽകുന്നൊരു കാര്യമായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൂടുതലായിട്ട് അമ്മയോട് അടുത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടമ്പടി വർക്കാവാൻ തുടങ്ങും. അത് മതി, അതാണ് നിങ്ങളുടെ ജീവിതത്തിന്. പിന്നെ ഒരു ഉടമ്പടി എടുത്ത് നിർത്തണമെന്ന് വിചാരിച്ച ആളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പം ആ ഉടമ്പടിയിൽ കണ്ടിന്യൂ ആയിട്ട് പോകണമെന്ന് എനിക്ക് വളരെയധികം ഒരു ഫയർ എനിക്ക് എൻ്റെ മനസ്സിലിപ്പം ഉണ്ട്. അവസാനമായിട്ട് എൻ്റെ അമ്മയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി ഒന്നുകൂടെ ഞാൻ പറയുവാണ്. ഒരുപാട് നന്ദി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആദ്യം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 12-ാം തീയതിയാണ്. ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിലെ ചേച്ചിയാണ് എനിക്ക് ആദ്യമായിട്ട് കൃപാസന പത്രം തന്നത്. എനിക്കിതിനു മുമ്പ് ഒത്തിരി നാൾ മുമ്പ് കൃപാസന പത്രം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വിചാരം ക്രിസ്ത്യൻസിന് മാത്രമേ ഉടമ്പടി എടുക്കാമുള്ളൂ എന്നായിരുന്നു. എങ്കിലും പിന്നീടാണ് അറിഞ്ഞത് എല്ലാവർക്കും എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ആദ്യം. അവൾക്ക് SSLCക്ക് മോഡലിന് ഒട്ടും മാർക്കുണ്ടായില്ല. അവൾ കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോവുകയൊക്കെ ചെയ്തു. പെട്ടെന്ന് അങ്ങനെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യം വന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൾക്ക് എല്ലാ വിഷയത്തിനും ഉന്നത മാർക്ക് കിട്ടുകയും നല്ല സയൻസിന്
അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതുപോലെ മകനാണെങ്കിലും 10 മലയാളത്തിന് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ എല്ലാ വിഷയത്തിനും മറ്റുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്കുണ്ട്, പക്ഷെ മലയാളം ഒട്ടും മാർക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ സങ്കീർത്തനം 91 വായിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ 91 സങ്കീർത്തനം വായിച്ചു. അതിനും അവന് 2 മലയാളം സെക്കൻഡിനും ഫസ്റ്റിനും അവന് A+ കിട്ടി. ഈശോയും പരിശുദ്ധ അമ്മയും ഞങ്ങളെ സഹായിച്ചു. അടുത്ത് എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യമാണ്. എൻ്റെ ഭർത്താവിന് ചെറുപ്പം മുതലേ ചെവി പൊട്ടുന്ന അസുഖം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2024 മാർച്ച് ഒരു 15 ആയപ്പോഴേക്കും ചെവി പൊട്ടുകയും ഭയങ്കര പഴുപ്പെന്ന് ചോദിച്ചാൽ എന്നോട് എല്ലാവരും ചോദിക്കും, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ നോക്ക് സുബലെ, ഇതെന്താ ഇങ്ങനെ പഴുപ്പ്? രാത്രികളിൽ ഉറങ്ങാതെ ഞാൻ എത്രയോ തവണ ചെവിയിൽ നിന്ന് പഞ്ഞി വച്ചിങ്ങനെ എടുത്ത് പുള്ളി ഉറങ്ങുമ്പോഴിങ്ങനെ കട്ട പഴുപ്പ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒത്തിരി മരുന്ന് 2-3 ആശുപത്രിയിൽ കാണിച്ചു കഴിഞ്ഞിട്ടും അവർ പറഞ്ഞു ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെവിയുടെ പാടൽ പൊട്ടിയേക്കാണ്. അത് കാരണം കൊണ്ട് നമുക്ക് അത്യാവശ്യം നീർക്കെട്ടിൻ്റെ ഒരു മരുന്ന് കൊടുത്ത് അത്യാവശ്യം ആ നീർക്കെട്ട് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിക്കുകയും ഉടമ്പടി നിയോഗം വച്ചിട്ടുണ്ടായിരുന്നില്ല, ശക്തമായി പ്രാർത്ഥിക്കുകയും ഞാൻ ഉടമ്പടി തൈലം ചെവിയിൽ ഒഴിക്കാൻ പുള്ളി സമ്മതിക്കില്ലായിരുന്നു. എങ്കിലും ഞാനൊരു ദിവസം പുള്ളി ഉറങ്ങുന്ന സമയത്ത് ഈ പഴുപ്പ് എടുക്കുന്ന സമയത്ത് പുള്ളി ചിലപ്പോൾ അറിയാറില്ല, ഉറക്കത്തിലും ഇങ്ങനെ നന്നായിട്ട് പഴുപ്പ് വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാനൊരു ദിവസം ചെവിയിൽ ഉടമ്പടി തൈലം ഒഴിച്ചു. അതുകൂടാതെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന ജോസഫച്ചനെ കാണിക്കുകയും ഇവിടെ വന്ന ജോസഫച്ചൻ തൈലം പുറ്റി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ പിന്നെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷൻ വേണ്ട, ചെവിക്ക് നന്നായിട്ട് പാട വന്ന് മൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും പരിശുദ്ധ അമ്മ ഈശോയും തന്ന വലിയ അനുഗ്രഹമാണ്. അതുപോലെ ഉടമ്പടിയിൽ വയ്ക്കാത്ത ഒരു കാര്യമാണ്, ഞാൻ ഒരു ദിവസം പെട്ടെന്ന് എന്തോ വീട്ടിൽ ചെമ്പരത്തിക്കമ്പ് വെട്ടിയതാണ്. പക്ഷേ എൻ്റെ കൈ ഈ വിരൽ നന്നായിട്ട് മുറിഞ്ഞു, 6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഞാൻ ആശുപത്രി ചെല്ലുമ്പോൾ ഞാൻ ഈ കൈ മുറിഞ്ഞ ആ സെക്കൻഡിൽ തന്നെ എൻ്റെ കയ്യിലേക്ക് ഞാൻ ഉടമ്പടി ഉപ്പങ്ങ് തേച്ചു. ഒട്ടും വേദനയുണ്ടായില്ല, ഒരു തുള്ളി ബ്ലഡ് പോലും വന്നില്ല. ഞാൻ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ പോലും പറഞ്ഞു, ചേച്ചി കണ്ണടച്ചിരുന്നു, ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ തലകറങ്ങുന്നു, ചേച്ചിക്ക് ബുദ്ധിമുട്ടില്ലേന്ന്. പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് തന്നെ നോക്കുക. എല്ലാവരും 6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. എന്നോട് എല്ലാവരും പറഞ്ഞു ഇനി വിരൽ ഒരിക്കലും മടങ്ങില്ല, ഇതിങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. പക്ഷേ എനിക്ക് ശക്തമായിട്ട് മടങ്ങുകയും എല്ലാം ചെയ്യും. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരു പശു ഉണ്ടായിരുന്നു. പശു പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത കുഞ്ഞിനെ അടുപ്പിക്കുകയോ പാല് കൊടുക്കുകയോ ചെയ്യില്ല. ഞാൻ പെട്ടെന്ന് ആ ഉടമ്പടി തൈലം എടുത്ത് ഞങ്ങൾ ചെന്ന്, വലിയ പശുവായിരുന്നു, ഞങ്ങൾ ചെന്ന പശു അടുപ്പിക്കില്ല. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇതൊന്ന് പെരട്ടാൻ പറഞ്ഞു. അച്ഛൻ അത് പെരട്ടി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പശു ആരോ പിടിച്ച്, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പരിശുദ്ധ അമ്മ ഈശോയാണെന്ന് വിശ്വസിക്കുന്നു, ആരോ പിടിച്ച് നിർത്തുന്നത് പോലെ പശു നിന്ന് കിടാവിനെ കുടിപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ആ പശുവിനെ ഞങ്ങൾക്ക് കറക്കാൻ പറ്റില്ല, വലിയ പശുവായിരുന്നു. അമ്മ കണ്ണോപ്പറേഷൻ ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് ഈശോയോടും പരിശുദ്ധ അമ്മയോടും ചോദിച്ചു, ഈശോയെ ഞങ്ങൾ എന്ത് ചെയ്യും ഈ പശുവിനെ കറക്കാൻ? ഞങ്ങളുടെ വീട്ടിൽ ആളില്ലല്ലോ. പെട്ടെന്ന് എനിക്കൊരു സ്വരം പോലെ കേട്ടു, ഈ പശുവിനെ ഒരു ഫാമിൽ ആൾ വന്ന് കൊണ്ടുപോകുന്നു. പശു പ്രസവിച്ചു. അന്നും ഫാമിൽ ആരും വരുമൊന്നും ചെയ്തില്ല. പിറ്റേ ദിവസം അച്ഛൻ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു, ചേട്ടൻ എന്താ അന്വേഷിച്ച് നടക്കണേ? അച്ഛൻ പശുവിനെ കറക്കാൻ ഒരാളെ അന്വേഷിച്ച് നടന്നതായിരുന്നു. അപ്പം പറഞ്ഞു, ഇങ്ങനെ ഒരു പശു ഉണ്ട്, ഞങ്ങൾക്ക് കറക്കാൻ പറ്റില്ല, ആരെങ്കിലും വേണമെങ്കിൽ കൊടുക്കാറുണ്ട്. പെട്ടെന്ന് ആ ചേട്ടൻ വരികയും ഞങ്ങളുടെ പശുവിനെ കൊണ്ടുപോവുകയും ചെയ്തു. അതും ഈശോ തന്ന വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അതുപോലെ എൻ്റെ സഹോദരനും സഹോദരിയും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഓരോ അനുഗ്രഹങ്ങളും ചെറുതും വലുതുമായ ഒത്തിരി നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഈശോ തന്നു കണ്ടുകൊണ്ട് എൻ്റെ സഹോദരിയും സഹോദരനും ഈ ഉടമ്പടിയിലാണ്. കാരുണ്യ പ്രവൃത്തി ഞാൻ എന്നെ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും രോഗികളെ പോയി കാണുകയും എന്നെ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും സഹായം കൊടുക്കുകയും പത്രങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. രക്ഷിതപ്രവർത്തനം അതുപോലെ ഈശോയെ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാവരോടും ഓരോ ദിവസവും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് എൻ്റെ ഭർത്താവിന് വ്യാഴത്തിൻ്റെ അന്ന് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ഞങ്ങൾ ആശുപത്രി ഒരു വശത്തിന് പയ്യൊരു തളർച്ച പോലെ വരികയും ചെയ്തു. അപ്പം തന്നെ ഉടമ്പടി തൈലം പറ്റി ആ കൈ പെട്ടെന്ന് ഇതൊക്കെ
കൈ അനക്കാൻ പറ്റുകയും ചെയ്തു. അതുപോലെ പുള്ളി ധ്യാനം കൂടും, പത്രം ഞാൻ എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കാറുണ്ട്. അതുപോലെ ഞാൻ പത്രം കൊടുത്ത് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, ഒത്തിരി ചേച്ചിമാർ. ഞങ്ങൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾ പത്രം കൊണ്ട് കൊടുക്കുന്നത് കാരണം പത്രം കൊടുത്ത് അത് വായിച്ച് ഇവിടെ വന്ന ഒത്തിരി ഞങ്ങളുടെ അനുഭവം കേട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ വചനം വായിക്കും ഒത്തിരി. ഇതുപോലെ പല സമയങ്ങളിൽ ഈശോ എനിക്ക് വചനങ്ങൾ തരാറുണ്ട്. ഒത്തിരി വചനങ്ങൾ ഓരോ സമയങ്ങളിൽ ഞാൻ രോഗങ്ങൾ വരുമ്പോഴായാലും ബൈബിൾ തുറക്കുമ്പോൾ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഒത്തിരി വചനങ്ങൾ, ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, അങ്ങനെ ഒത്തിരി വചനങ്ങൾ തന്ന് കർത്താവ് എന്നോട് സംസാരിക്കാറുണ്ട്. അതുപോലെ എനിക്ക് ഒത്തിരി ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു എപ്പോഴും. ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ദേഷ്യങ്ങളൊന്നുമില്ലാതെ മറ്റുള്ളവർ ക്ഷമിക്കാനുള്ള കൃപ കിട്ടുകയും ചെയ്തു. അതിൽ ഒരു ദിവസം ഞാൻ ഒരു വ്യക്തിയോട് വളരെ പുച്ഛമായിട്ട് സംസാരിച്ചു. അന്ന് ഈ രാത്രി ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ശക്തമായ പല്ലുവേദന വന്നു. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഈശോ എൻ്റെ അടുത്ത് വരികയും എന്തിനാണ് നീ മറ്റുള്ളവരെ ഇങ്ങനെ വെറുക്കുന്നതെന്ന് ചോദിക്കുകയും അങ്ങനെ ഈശോയുടെ ഒരു സംസാരം എനിക്ക് കേൾക്കാനും ഈശോയെ എനിക്ക് കാണാനും കഴിഞ്ഞു. അതിൽ ഈശോയ്ക്കും കുമാറിനും 1000 നന്ദി. എനിക്കിവിടെ ഒരു തവണ കൂടി കൃപാസന അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് അവസരം തന്ന മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് മരിയ. ഞാൻ ആലപ്പുഴയിലെ സെൻറ്റ് ജോർജ് പുത്തനങ്ങാടി ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ചേച്ചി ആനി, ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ് റെജി, അവർ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് 2022 ഒക്ടോബർ 24 അത് കഴിഞ്ഞ് ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഉടമ്പടി പുതുക്കി പോന്നുകൊണ്ടിരുന്നു. ഇതിനു മുമ്പേ ഞാൻ ഒരിക്കൽ ഇവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞതാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എനിക്ക് 2 വർഷത്തിന് മുകളിലായി എനിക്ക് വലത് കാലിൻ്റെ ഉപ്പൂറ്റിക്ക് അതിശക്തമായ വേദനയായിരുന്നു. ഞാനതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും എടുത്തിരുന്നില്ല. ഞാൻ ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, കുറേ നേരത്തേക്കിന് നടക്കാനായിട്ട് ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നെ ആ വേദന ക്രമേണ കൂടി വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ ഉപ്പൂറ്റി വരെയുള്ള ഭാഗത്ത് ശക്തമായ വേദനയായിരുന്നു. എനിക്ക് കാലിൽ തൊടാൻ പോലും സാധിക്കില്ല, അതുപോലെ വേദന. പക്ഷെ ഞാൻ ഓരോ മരുന്നൊക്കെ തേച്ച് ഇങ്ങനെ പോകുന്നു. മാത്രമല്ല ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം ജപമാല റാലിക്ക് മുമ്പായിട്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ആയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വലിയൊരു പ്രേരണ വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ തവണ ജപമാല റാലിക്ക് പോയി കൂടണം. അങ്ങനെ അപ്പം ഞാനത് ഓർത്തു, എന്നെ കൊണ്ടത് സാധിക്കില്ല, ഇത്രയും എനിക്ക് നടക്കാൻ കഴിയത്തില്ലല്ലോ. ഞാനത് ആ ചിന്ത അങ്ങ് മാറ്റി വിട്ടുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് ആ ചിന്ത കൂടി വന്നു, എങ്ങനെയും പോകണം എന്ന്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ പോകാം, പക്ഷേ എനിക്കൊരു കൂട്ട് തരണം, ആരെങ്കിലും കൂട്ട് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ആരോടും അതിനെക്കുറിച്ച് ചോദിച്ചില്ല, വരാവോ എന്നൊന്നും ചോദിച്ചില്ല. ഞങ്ങളുടെ പള്ളിയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ചേച്ചി തന്നെ എന്നെ ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, നമുക്ക് ഈ തവണ ജപമാല റാലിക്ക് പോകാം. അങ്ങനെ ഞാൻ പറഞ്ഞു, ചേച്ചിയെ മാതാവാണ് വിളിപ്പിച്ചത്, നമുക്ക് ഈ തവണ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഉള്ളിൽ പേടിയുണ്ട്, കാല് വേദനയുണ്ട്, എനിക്ക് നടന്നെത്താൻ സാധിക്കുമോ അങ്ങനെ വിചാരിച്ചിരുന്നു. അങ്ങനെ ഒക്ടോബർ ജപമാല റാലിക്ക് ഒരാഴ്ച മുന്നേ ആയിട്ട് ഞാൻ ഓർത്തു, ഒരു ഡോക്ടറെ പോയി കണ്ട് എന്തെങ്കിലും മരുന്ന് മേടിച്ച് കഴിക്കാം, അങ്ങനെ കുറച്ച് കുറവുണ്ടെങ്കിലും നടക്കാൻ എളുപ്പമാകുമല്ലോ. അങ്ങനെ ഒരാഴ്ച മുന്നേ ഞാൻ പോയി ഒരു ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു. അന്ന് കാണാൻ ചെന്നപ്പം ഭയങ്കര റഷായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് അന്ന് പല തടസ്സങ്ങൾ കാരണം ഡോക്ടറെ കാണാൻ സാധിച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ റാലിയിൽ കൂടി വേദന മാറിയാൽ ആ ക്രെഡിറ്റ് ഞാൻ ഡോക്ടർക്ക് കൊടുക്കുകയുള്ളൂ, മാതാവ് തന്നാന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് മാതാവായിട്ട് ഇത് മാറ്റിക്കളഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ആ വേദനയോട് കൂടി തന്നെയാണ് ജപമാല റാലിയിൽ പങ്കെടുത്തത്. പക്ഷേ എനിക്ക് ഇവിടുന്ന് തുടങ്ങി അങ്ങ് അർത്ഥങ്ങൾ എത്തുന്നിടം വരെ ഒരു വേദനയും അനുഭവപ്പെട്ടില്ല. നല്ലതുപോലെ എനിക്ക് നടക്കാൻ സാധിച്ചു. തിരിച്ചു വന്നിട്ടാണെങ്കിലും പിറ്റേ ദിവസം ആയപ്പോൾ മുതൽ എനിക്ക് കാലിന് വേദനയേ ഇല്ല, തീർത്തും മാറി. ഇപ്പോൾ 1 വർഷമായിട്ട് എൻ്റെ ഉപ്പൂറ്റി വേദനയും കാലിൻ്റെ വേദനയും തീർത്തും മാറി. ഇപ്പോൾ ഒരു വേദനയും എനിക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ജപമാല റാലിക്ക് പോകാൻ അതിശക്തമായ ആഗ്രഹമാണ്. നേരത്തെ മുതൽ അച്ഛൻ ഇങ്ങനെ ഡേറ്റ് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുവാണ്, എല്ലാ തവണയും എനിക്ക് ജപമാല റാലിക്ക് പോകാൻ സാധിക്കണമെന്ന്. അതുപോലെ ഓരോ കാര്യങ്ങളും ഞാൻ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ ജപമാല റാലിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കാരണം അന്ന് അനേക ലക്ഷം ആൾക്കാരുടെ ജപമാലകളാണ് മാതാവിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അതോടുകൂടി സമർപ്പിച്ചാണ് ഞാൻ എൻ്റെ ഓരോ നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഇത്ര സൗഖ്യം നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. രണ്ടാമതായിട്ട് എൻ്റെ ചേച്ചിയുടെ ഒരു സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. ചേച്ചി 2022
ചേച്ചിയുടെ പേര് ആനി റെജി, ചേട്ടൻ്റെ പേര് റെജി. ഇവർ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. കുടയത്തൂർ ഇടവകാംഗമാണ്. ചേച്ചി 2022 സെപ്റ്റംബർ 14 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അത് അന്ന് മുതൽ കൃത്യമായിട്ട് 3 മാസം കൂടുമ്പോൾ ചേച്ചി ഉടമ്പടി പുതുക്കി പോന്നുകൊണ്ടിരുന്നു. 2024 ഡിസംബർ 30 8ാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വരാനിരിക്കുമായിരുന്നു. അപ്പോഴേക്കും ചേച്ചിക്ക് കുറച്ച് ഒരു 5-6 മാസമായിട്ട് ചെറിയ രീതിയിലൊരു മറവി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ പറയുമ്പോൾ അവരെല്ലാം പറയും അത് കാര്യമാക്കേണ്ട, അങ്ങനെയൊന്നും ഇല്ല. പ്രത്യേകിച്ച് ഡേറ്റുകളും മാസങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മറന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്യാം, എന്താണെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമല്ലോ. അങ്ങനെ ഇവർ തൊടുപുഴ തന്നെയുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, അതായത് ഡിസംബർ 30 ചേച്ചിയെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എന്തായാലും സംശയം ഉള്ളത് കൊണ്ട് ഒരു MRI എടുത്ത് നോക്കാം. അങ്ങനെ അവർ MRI എടുത്തു. നോക്കിയപ്പോൾ അതിലൊരു അബ്നോർമാലിറ്റി കണ്ടതുകൊണ്ട് അവർ തന്നെ സജസ്റ്റ് ചെയ്ത് നമുക്ക് രണ്ടാമതൊന്നുകൂടെ ഒരു MRI എടുത്ത് ഒരു ക്ലാരിറ്റി, ഡീറ്റെയിൽഡ് ആയിട്ടൊരു MRI എടുക്കാം, ഒരു ക്ലാരിറ്റി വരുത്താലോ എന്ന് പറഞ്ഞ് രണ്ടാമതൊന്നുകൂടെ MRI എടുത്തു. അപ്പോഴാണ് അറിയുന്നത് ചേച്ചിക്ക് ബ്രെയിൻ അനൂറിസമാണ്. ബ്രെയിനിലുള്ള ഒരു മെയിൻ ആർട്ടറി ഒരു മെയിൻ ബ്ലഡ് വെസൽ സാമാന്യം നല്ല രീതിയിൽ ബൾജായി ഇരിക്കുവാണ്. അത് ഓപ്പൺ സർജറി ചെയ്യാൻ സാധിക്കുന്നതല്ല, ഒരു മെയിൻ ജംഗ്ഷനിലാണ് അതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു റിസ്ക് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. എത്രയും വേഗം അത് എന്തേലും ചെയ്ത് മാറ്റുകയും വേണം. ഉടനെ അവിടുന്ന് അവർ ഡോക്ടേഴ്സ് പെട്ടെന്ന് ഒരു മെഡിക്കൽ ബോർഡ് കൂടി അവർ തന്നെ തീരുമാനിച്ച് എറണാകുളത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചേച്ചിയെ റെഫർ ചെയ്തു. അവർ തന്നെ എത്രയും വേഗം അവിടെയുള്ളൊരു മെയിൻ ന്യൂറോ സർജന് അപ്പോയിൻമെൻ്റ് എടുത്തു കൊടുത്തു. അങ്ങനെ ചേച്ചി ജനുവരി 2 അവിടെ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ അവിടെ ചെന്നപ്പം ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു, ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ, ഇത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ സാധാരണ ഒന്നെങ്കിൽ സ്ട്രോക്ക് വരും, ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും, ഇല്ല കോമയിലോട്ട് പോകും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് സാധാരണ രോഗികളെ ഈ അവസ്ഥയിലുള്ളവരെ കൊണ്ടുവരാറുള്ളത്. ഇതെങ്ങനെ ഇത്രയും വേഗം കണ്ടുപിടിക്കാൻ സാധിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്താണ്, അങ്ങനെ ഒരു അപകടം സംഭവിക്കാനായിട്ട് എൻ്റെ അമ്മ മാതാവ് സമ്മതിക്കത്തില്ല, അതുകൊണ്ട് ഒരു മറവിയുടെ രൂപത്തിൽ വന്ന് എനിക്കത് കാണിച്ചു തന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം തന്നെ ഇതിൻ്റെ സർജറി നടത്തണം. അങ്ങനെ ജനുവരി 9 തന്നെ ഡേറ്റ് എടുത്തു. അപ്പോഴേക്കും ചേച്ചി എന്നും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കും, നേർച്ച വസ്തുക്കളെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കും, അച്ഛൻ്റെ ധ്യാനം സ്ഥിരമായിട്ട് കേൾക്കും, ആരാധന പങ്കെടുത്ത് അങ്ങനെ സർജറിക്കായിട്ട് ഒരുങ്ങി. ഞാൻ ജനുവരി 9 ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം കൊടുത്ത് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ ഒരു കാശ് രൂപം കൊടുന്നു ചേച്ചിക്ക് കൊടുക്കാനായിട്ട്. അത് ഞാൻ ഇവിടുന്ന് ചേച്ചിക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുത്തു. അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് യാതൊരു കുഴപ്പവും ഇല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, ജീവൻ വരെ പോകുന്ന അപകടത്തിലൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഓപ്പറേഷൻ യാതൊരു കുഴപ്പം കൂടാതെ അമ്മ മാതാവ് രക്ഷിച്ചു. ഇപ്പോൾ ചേച്ചിക്ക് ഇതുവരെയായിട്ട് ഒരു കുഴപ്പമില്ല, നല്ല മറവിയെല്ലാം മാറി നല്ലപോലെ കഴിയുന്നു. ഇനി ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ആലപ്പുഴയിൽ തന്നെയുള്ളൊരു സ്പെഷ്യലി ചാലഞ്ചർ സ്കൂളിൽ അവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പോകാറുണ്ട്. പിന്നെ അതുപോലെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും, രോഗികളെ കാണും, അവർക്ക് ഫുഡൊക്കെ കൊടുക്കും, ആവശ്യമായ പൈസ ആവശ്യമുള്ളവർക്ക് മരുന്ന് മേടിക്കാനും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞങ്ങളുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ, ബീച്ചിൽ, പിന്നെ വീടുകളിൽ കൂടെ ബസ്സിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എല്ലാവർക്കും ഇത് കൃത്യമായി പറഞ്ഞ് ഞാൻ കൃപാസന പത്രം നൽകാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു മാറ്റമെന്ന് പറയുന്നത്, നേരത്തെ ഞാൻ ഞായറാഴ്ചകളിലോ അല്ലെ കടവുള്ള ദിവസങ്ങളിൽ മാത്രമായിരുന്നു പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടിരുന്നത്. ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞാൻ കൃത്യമായിട്ട് എല്ലാ ദിവസവും ദിവ്യബലിയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥനയ്ക്കാണെങ്കിലും എന്നും ഞാൻ അരമണിക്കൂർ അതിൽ കൂടുതൽ ബൈബിൾ വായിക്കും. ആഴ്ചയിലുള്ള അച്ഛൻ്റെ യൂട്യൂബിലെ ധ്യാനം ഞാൻ കൃത്യമായിട്ട് കൂടും. അങ്ങനെ മാതാവുമായിട്ട് കൂടുതലായിട്ട് അടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി. എൻ്റെ പേര് ആനി, ഇതെൻ്റെ ഹസ്ബൻഡ് റെജി. ഞങ്ങൾ കൊടയത്തൂർ സെൻറ്റ് അഗസ്റ്റിൻസ് ഇടവകങ്ങളാണ്. എൻ്റെ ബ്രെയിൻ അന്യൂറിസം പൊട്ടാതെ തന്നെ മാതാവ് അത് കാണിച്ചു തന്നു. ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. സാധാരണഗതിയിൽ ഇത് പൊട്ടാതെ അവർ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. നല്ല സൈസ് ഉണ്ടായിരുന്നു, 2.3 × 1.7 ആയിരുന്നു അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ ഇത് കണ്ടുപിടിച്ചെന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് അത് പൊട്ടാൻ സമ്മതിക്കത്തില്ല, അതിന് മുമ്പ് തന്നെ അമ്മ എനിക്ക് കാണിച്ചു തന്നു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിച്ചു. ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. കാരുണ്യ പ്രവൃത്തി ഞാനും എൻ്റെ അനിയത്തിയും കൂടി ആലപ്പുഴയിൽ
ജനറൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒന്നിച്ച് പോയി പേഷ്യൻസിനെയൊക്കെ കണ്ട് അവരുമായിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ട ചെറിയ തുകയൊക്കെ സംഭാവന കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ തൊടുപുഴയിൽ ഗവൺമെൻറ് ആശുപത്രിയിലും പോയി രോഗികളെ കണ്ട് അവർക്ക് പത്രമൊക്കെ കൊടുക്കും, അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. എൻ്റെ മക്കളുടെ ബർത്ത്ഡേ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ അനാഥാലയങ്ങളിലാണ് ആഘോഷിക്കുന്നത്. അവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഓൺലൈനായിട്ടും സഹായം ചെയ്യാറുണ്ട്. പത്രം ഞങ്ങൾ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഒത്തിരി കടകളൊക്കെ ഉള്ള ഒരു ജംഗ്ഷനിലൊക്കെ വണ്ടി നിർത്തി ഞാൻ കടകളിലൊക്കെ കയറി ഇറങ്ങി അവർക്ക് പത്രം എല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളിലും കൊടുക്കാറുണ്ട്. എല്ലാത്തിനും ബന്ധപ്പെട്ടിട്ട് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. ദൈവാനുഗ്രഹത്താൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പുണ്യപ്പെട്ട സ്ഥലത്ത് നിൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. എൻ്റെ പേര് മിനി രാജൻ, വീട് ചാലക്കുടി മേലൂരാണ്. ഇതെൻ്റെ മകൾ കൃഷ്ണ, കുഞ്ഞ് സയാൻ. ആദ്യമായിട്ട് എൻ്റെ മോൾക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ്. കുറേ നാളുകളായിട്ട് ഇവൾക്ക് വയറുവേദനയായിരുന്നു. വയറുവേദന, എന്ത് ഭക്ഷണം കഴിച്ചാലും ഉടനെ തന്നെ ടോയ്ലറ്റിലേക്ക് പോകണം, ഇങ്ങനെ ലൂസ് മോഷനാണ്. കുറേ നാളായി അങ്ങനെ ആ ബുദ്ധിമുട്ട് അവൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്നൊരു സ്കാൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എൻഡ്രോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. എൻഡ്രോസ്കോപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് ഡൗട്ട് തോന്നിയാൽ ഉടനെ തന്നെ അത് ബയോപ്സിക്ക് അയക്കേണ്ടി വരും, അതിനുള്ള പൈസ കൂടി കരുതിക്കൊള്ളണമെന്ന് സാറ് പറഞ്ഞു. ഞാൻ എൻ്റെ 8ാമത്തെ ഉടമ്പടിയിലാണ്. ഞാൻ 2019 തുടങ്ങി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഉടമ്പടി ജീവിതമാണ്. ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഒരു കുഴപ്പം വരില്ല. ഞാൻ ഇവൾക്ക് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി, നമ്മുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വിശ്വാസ പ്രമാണം വിശ്വാസത്തോടെ ചൊല്ലി മനസ്താപ പ്രകടനം കൂടി ചൊല്ലിയിട്ട് വേണം നിങ്ങളത് ഉപയോഗിക്കാമെന്ന്. അതുപോലെ തന്നെ ഞാൻ ഇവളുടെ വയറ്റിലും നെറ്റിയിലും കുരിശ് വരച്ചു. എൻ്റെ മോൾക്ക് ഉപ്പ്, തേന്, തൈലം എല്ലാം ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കും. ഇതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ബയോപ്സിക്ക് പോയത്. ബയോപ്സി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് പ്രകാരം ബില്ലടച്ചു, ബയോപ്സിക്ക് കൊടുത്തു. ഞങ്ങളോട് പറഞ്ഞു 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വന്നോളാൻ പറഞ്ഞു. റിസൾട്ട് ലാബിൽ ഒന്ന് റിസൾട്ട് വാങ്ങിയിട്ട് എൻ്റെ റൂമിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ ഞങ്ങളെ വിട്ടു. ഞാൻ നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് ഞാനിവിടെ വന്നൊരു എൻ്റെ മോൾക്കൊരു കുഴപ്പമില്ലാതിരുന്നാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ നന്നായി പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ 10ാം ദിവസം എന്ന് പറയുന്നത് അത് സെപ്റ്റംബർ 8 നമ്മുടെ അമ്മ മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ അന്ന് ഞാൻ എല്ലാ 50 നോയമ്പും 25 നോയമ്പും 8 നോയമ്പൊക്കെ കൃത്യമായിട്ട് ഞാൻ പാലിക്കും. മത്സ്യമാംസങ്ങളൊന്നും കഴിക്കില്ല. അങ്ങനെ ഉപവാസവും നോമ്പ് ഒക്കെ എടുത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അന്ന് ഞാൻ അക്രൈസ്തവരാണ്. ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം കേട്ടിട്ടുള്ളവർക്കറിയാം. അത്ര വലിയ അനുഗ്രഹങ്ങളാണ് എനിക്ക് അമ്മമാതാവ് വഴിയായിട്ട് ഈശോ തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സെപ്റ്റംബർ 8 ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു ഇന്ന് അമ്മയുടെ ജന്മതിരുനാളാണ്, ഇന്ന് സന്തോഷിക്കാനുള്ളൊരു വാർത്ത തന്നെ തരണേ അമ്മേ. എൻ്റെ മകൾക്ക് എന്തെങ്കിലും ഒരു ഒരു വേറെ എന്തെങ്കിലും ഒരു കുഴപ്പമാണ് പറയണമെങ്കിൽ അതൊരു വല്ലാത്തൊരു വേദനയായി മാറും, അതിനുള്ളൊരു വരരുത്, എൻ്റെ മോൾക്ക് നെഗറ്റീവ് ആകണേ മാതാവി എന്ന് പറഞ്ഞ് ഞാൻ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ 8ാം തീയതി തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് ലാബിൽ ചെന്ന് റിസൾട്ട് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു കൃഷ്ണയുടെ റിസൾട്ട് ഡോക്ടർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. റൂമിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് ഒരു കുഴപ്പമില്ല കേട്ടോ, വളരെ നെഗറ്റീവാണ്, മോൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ വിചാരിച്ച പോലെയുള്ള ഒരു പ്രശ്നം ആ കുട്ടിക്കില്ല, കുടലിൽ ഇച്ചിരി നീർക്കെട്ടുണ്ട്, അത് 1 മാസം മരുന്ന് കഴിച്ചാൽ മതി, അത് മാറിപ്പോക്കോളും, ദൈവാനുഗ്രഹമാണെന്ന് പറഞ്ഞു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങളുടെ വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലം അങ്ങനെ കിടക്കുന്നുണ്ട്. അതിന് ഒരറ്റത്താണ് അവരുടെ വീട്. അപ്പോൾ ഞങ്ങളുടെ കുറേ മരങ്ങൾ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട് പണിതതിന് ശേഷം വെച്ച മരങ്ങളാണ് ഈ മഹാഗണിയുടെ മരങ്ങൾ. അപ്പോൾ അതിൻ്റെ വല്ലാത്ത ശല്യമാണ് ഞങ്ങൾക്ക്. കാറ്റ് ഊതുമ്പോഴൊക്കെ വീട്ടിലേക്ക് ചവറ് വരും, മഞ്ഞ് സമയമായ നിറച്ച് പുഴുക്കൾ വരും, അത് മരം വെട്ടാൻ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ഭർത്താവ് അവരോട് പറഞ്ഞ് ഇത്തിരി ഇഷ്ടക്കുറവിലായി 2 മരം വെട്ടിക്കളഞ്ഞു. അതിൻ്റെ ഒരു ഇഷ്ടക്കുറവ് അവർക്ക് ഞങ്ങളോട് ഉണ്ട്. എങ്കിലും ഞാനിവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന, ഞങ്ങളുടെ ഭവനത്തിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ആ മരങ്ങളൊന്ന് മുറിച്ച് മാറ്റി തരാൻ അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണേ, അവർക്ക് തോന്നണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് അവിടെ വെതറിയായിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ പറയാണ് മരം നോക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു 10-12 മരങ്ങൾ അവർ വരച്ച് പോയിട്ടുണ്ട് വെട്ടാനായിട്ടെന്ന്. അപ്പോൾ അതുപോലെ തന്നെ അവർ ഒരു 12 മരങ്ങൾ മുറിച്ച് മാറ്റി തന്നു. അതിൽ അമ്മ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. കൃപാസന മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് വളരെ ചെറുപ്പം മുതൽ ഇങ്ങനെ ബ്ലഡ് വളരെ കുറവുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അങ്ങനെയാണ്. അതിനുവേണ്ടി എന്ത് മരുന്ന് കഴിച്ചാലും ഭക്ഷണം കഴിച്ചാലും ബ്ലഡ് കൂടാറില്ല.
അപ്പോൾ എനിക്ക് തൈറോയിഡ് ഉണ്ട്. ഞാൻ തൃശ്ശൂർ ജൂബിലിയിലെ ഡോക്ടറെയാണ് കാണുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലഡ് കുറഞ്ഞു പോകുന്നത്, അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, നമുക്ക് ആ കാരണം കണ്ടുപിടിക്കണം. ഒരു കാര്യം ചെയ്യൂ, ഈ ടെസ്റ്റ് ചെയ്തിട്ട് ചാലക്കുടി തന്നെ ഡോക്ടറെ കാണിക്കൂ, എന്തെങ്കിലും പ്രശ്നം ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം ഇവിടേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ടാന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല, എന്നാലും ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതോടുകൂടി എൻ്റെ കുടുംബം പോകും. എന്തെങ്കിലും ഒരു വലിയ അസുഖമൊക്കെ ആണെങ്കിൽ എനിക്ക് എൻ്റെ മകനും മരുമകളും സംസാരിക്കാൻ കഴിയാത്തവരാണ്. അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും ഞാനാണ് നടക്കുന്നത്. അവരുടെ വിവാഹമൊക്കെ മാതാവ് തന്നെയാണ് നടത്തി തന്നത്. അതൊക്കെ ആ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ലാബിലേക്ക് പോയപ്പോൾ ഇതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് കഴിച്ചു, തേൻ കഴിച്ചു, തൈലം പുരട്ടി ഉടമ്പടി കാശ് രൂപം മുറുക്കെ പിടിച്ച് മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മേ, കുരിശിൽ കിടന്നുകൊണ്ട് അവസാന തുള്ളി രക്തം വരെ ഈശോ ഞങ്ങൾക്ക് തന്നതാണ്. ഒരു തുള്ളി രക്തം എനിക്കിപ്പോൾ തന്നാൽ എൻ്റെ ശരീരത്തിൽ ആവശ്യമുള്ള ബ്ലഡാവും. അതിനുവേണ്ടി എനിക്ക് വേറൊരു പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടാവില്ലേ മാതാവ്, ഇതൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഭർത്താവ് നന്നായി മദ്യപിക്കുന്ന ഒരാളാണ്. എൻ്റെ കുടുംബത്തെ അവസ്ഥകളെല്ലാം മാതാവിനെ നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ബ്ലഡ് എടുത്തു. പിറ്റേ ദിവസം ആ കുട്ടി പറഞ്ഞത് റിസൾട്ടിന് വന്നോളൂ എന്ന് പറഞ്ഞു. റിസൾട്ട് വാങ്ങി ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. പഴയ റിസൾട്ടും പുതിയ റിസൾട്ടും കാണിച്ചു. മാറി നോക്കിയിട്ട് ആ ഡോക്ടർ എന്നോട് പറയുകയാണ്, ഇത് എങ്ങനെയാണ് ഒരു മാസത്തിനുള്ളിൽ ഒരാളുടെ ശരീരത്തിൽ ഇത്രമാത്രം ബ്ലഡ് കയറുന്നത്, ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, 2 ആഴ്ച കഴിഞ്ഞ് ഒന്നും കൂടി നോക്കാവോ എന്ന് ചോദിച്ചു എന്നോട്. ഡോക്ടർക്ക് സംശയം, പക്ഷേ എനിക്ക് സംശയമില്ല, ഇത് എൻ്റെ അമ്മ മാതാവ് ഇടപെട്ട് ഈശോ വഴിയായി എനിക്ക് തന്നതാണ്. ഞാൻ പറഞ്ഞു, വേണ്ട ഡോക്ടറെ, 2 ആഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് പ്രാർത്ഥനയുടെ ഫലമാണ്, ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതാണ്, ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ ആ ഡോക്ടറും പറഞ്ഞു. പിന്നെ എനിക്കിങ്ങനെ ഭയങ്കര ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് വർഷങ്ങളോളമായി ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പീരീഡ്സ് ആയ എനിക്ക് എവിടെയും യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. അതുമൂലം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അതും മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ട മാത്രയിൽ അവളുടെ ശരീരത്തിൽ അവൾ സുഖം അനുഭവപ്പെട്ടു. ആ വചനം പറഞ്ഞ് ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് അതും പൂർണ്ണമായിട്ടും കൺട്രോളാക്കി തന്നു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന കുറേ മാതാവിൻ്റെ ഈശോയുടെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാനത് ഒത്തിരി ചുരുക്കി പറയാം. അത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും അനിയനും തനിച്ചാണ് താമസിച്ചിരുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനിയൻ മരിച്ചു. അപ്പോൾ അമ്മ അങ്ങനെ കിടപ്പിലായിപ്പോയി. അപ്പോൾ അമ്മ ആരുമായിട്ട് ഒരു വലിയ ടച്ചില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല മരുമക്കളെയൊന്നും. അപ്പോൾ അവരുടെ അവസ്ഥ കണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, അനിയൻ്റെ മരണശേഷം അമ്മേനെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല. അമ്മ അമ്മയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് കട്ടിലുമേന്ന് എഴുന്നേക്കും, അമ്മ വീഴും. അതായിരുന്നു അമ്മയുടെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ മുറിയിൽ താഴെ കിടത്തുന്നത്. അമ്മ ഈ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന പോലെ ഇങ്ങനെ എഴഞ്ഞു നടക്കുക, എല്ലാം മലമൂത്ര വിസർജനമൊക്കെ റൂമിൽ തന്നെ. അങ്ങനെ വല്ലാത്ത ഒച്ചപ്പാടും ഭയങ്കര പ്രശ്നം, ഭയങ്കര വയലൻ്റ് ആയിക്കൊണ്ടിരിക്കും അമ്മ. അപ്പോൾ അമ്മേനെ കാണാൻ വരുന്നവരൊക്കെ പറയും, ഇതിങ്ങനെ കിടന്ന് നരഹിക്കും, ഇതിപ്പോൾ ഒന്നും മരിക്കില്ല, ഇതിൻ്റെ സ്വഭാവത്തിൻ്റെയാണ്, അങ്ങനെയൊക്കെ പറയെങ്കിലും ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്നും ഈ മാതാവിനോട് ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മയ്ക്ക് നല്ല മരണം കൊടുക്കണം, അമ്മേനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുതേന്ന് പറഞ്ഞ് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എന്നും അമ്മയ്ക്ക് ഉപ്പും തൈലവും തേനൊക്കെ കൊടുക്കും. അമ്മയുടെ മുറി പോയിരുന്ന് ഞാൻ ഉറക്കെ ബൈബിൾ വായിക്കും, കൊന്ത ചൊല്ലും. ഒന്നും അറിഞ്ഞിട്ടല്ല, എന്നിട്ടും അമ്മ എന്നോട് പറയും, നിൻ്റെ കുർബാന നന്നായിരുന്നു എന്ന് പറയും എന്നോട്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയമൊക്കെ ആ അമ്മ മൗനമായിട്ട് കിടക്കും. അപ്പോൾ ഒച്ചയൊന്നും എടുക്കില്ല. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയും ഈ വിശ്വാസത്തിൽ തന്നെ ജീവിക്കുന്ന ആളാണ്. പക്ഷേ അവൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഇതിലല്ല, ഈശോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അവൾ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ 2 പ്ലാസ്റ്റർമാരെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കട്ടെ അമ്മയ്ക്ക് വേണ്ടി, ഈ അമ്മയ്ക്ക് കുറേ ചീത്തയുടെ കുഴപ്പമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാനിത് കൃപാസന മാതാവിന് കൊടുത്തേക്കണ കാര്യമാണ്, അമ്മ മാതാവ് ഇതിലിടപെട്ടോളും, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ആൾക്കും ഇത് വിശ്വാസമല്ല, ഇനി പുള്ളിക്കാരൻ വേണ്ടാന്ന് പറഞ്ഞാൽ അതൊരു കാരണമായിട്ട് പറയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ പറയാണ്, ആളുടെ അമ്മയല്ലേ, അപ്പോൾ ആൾ പറയാം, വന്നോട്ടെ, പ്രാർത്ഥിക്കാൻ വന്നതല്ലേ, വന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് വന്നോളാൻ പറഞ്ഞു. അവർ അങ്കമാലി എത്താറായപ്പോൾ എൻ്റെ ചേച്ചി വിളിച്ചു, ഞങ്ങൾ അങ്കമാലി എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വേഗം അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അമ്മ എന്നോട് ക്ഷമിക്കണം, അവർ നിരന്തരം ഇങ്ങനെ പറയണോണ്ട് ഞാൻ സമ്മതിച്ചതാണ്. അവർ മാതാവിന് വിശ്വാസം ഇല്ലാത്തവരാണ്. ഇവിടെ വരുമ്പോൾ മാതാവിനെ കുറ്റം പറയാനൊന്നും ഇടവരരുത്, എനിക്കത് ഭയങ്കര സങ്കടമാവും, എനിക്ക് ദേഷ്യം വന്ന് ചിലപ്പോൾ ഞാനും എന്തെങ്കിലും പറഞ്ഞു പോട്ടെ അമ്മേ, അതുകൊണ്ട് അങ്ങനെയുള്ള ഇടവരരുതെന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. വീട്ടിൽ കയറി വന്ന് ഞാൻ ചായ കൊടുത്ത് അവർ ഹാളിലിരുന്നപ്പോൾ
ഞങ്ങളുടെ വീട്ടിൽ സിറ്റൗട്ടിലും ഹാളിലും റൂമിലും അടുക്കളയിലും ഒക്കെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിക്കാം, മാതാവിന് ഭയങ്കര വിശ്വാസമാണല്ലേ എന്ന്. എനിക്ക് ഭയങ്കര ആവേശമായി. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിന് ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്താണ്, ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്, എൻ്റെ ഉടമ്പടി ജീവിതമാണ്. അങ്ങനെ ഞാൻ മാതാവിനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അവരെന്നോട് പറയാം, മാതാവ് ദൈവമൊന്നുമല്ല, ദൈവം യേശു ആണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ യേശുവിൻ്റെ അമ്മയല്ലേ മാതാവ് എന്ന് ചോദിച്ചു. പിന്നെ അവരൊന്നും മിണ്ടില്ല. അപ്പോൾ അവർ പറയാം, നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ പറയുന്ന ആ അമ്മ നിങ്ങളുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്, ഭയങ്കര പ്രകാശമാണ് നിങ്ങളിരിക്കുന്നിടത്തുനിന്ന്. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ വീട്ടിലുണ്ടെന്ന് അമ്മ അവർക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ ഒരക്ഷരം പോലും അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ അമ്മയുടെ റൂമിൽ പോയിട്ട് അവർ പറഞ്ഞു, ഇതിങ്ങനെ കുറച്ച് നാൾ കിടക്കും, അതിൻ്റെ സമയമാകുമ്പോൾ അത് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവർ പോയി. പക്ഷേ ഇതുപോലെ തന്നെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ 8 നോമ്പെടുത്ത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അമ്മ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാവ് ഈശോയോട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് മാപ്പ് കൊടുക്കണം, കഷ്ടപ്പെടുത്താതെ അമ്മയ്ക്ക് നല്ല മരണം കൊടുക്കണേ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സെപ്റ്റംബർ 7-ാം തീയതി രാത്രിയായപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നി. അമ്മ വെള്ളം കൊടുത്തപ്പോൾ ഇങ്ങനെ ഇറക്കാത്തത് പോലെ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഞാൻ കൊന്ത ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, ബൈബിൾ എടുത്ത് വായിച്ച്, ബൈബിൾ കണ്ണടച്ച് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് യേശുവിൻ്റെ മരണമാണ്. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നാളെ അമ്മയുടെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഈശോയുടെ മരണമാണ് കിട്ടിയിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ സെപ്റ്റംബർ 8-ാം തീയതി 8 മണിയായപ്പോൾ അമ്മ പെട്ടെന്നാണ് 2-3 പ്രാവശ്യം ഇങ്ങനെ വലിച്ചു, അമ്മ മരിച്ചു. അപ്പോൾ അമ്മ മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ അന്നാണ് ഞങ്ങളുടെ അമ്മയുടെ മരണം വീട്ടിൽ സംഭവിച്ചത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും ഞാൻ വന്ന് 3 കെട്ട് പത്രം വാങ്ങിക്കും. എൻ്റെ കൂടെ എൻ്റെ അയൽവാസിയും കൂട്ടുകാരിയുമായ സുശീല ചേച്ചിയും വരും. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും പുതുക്കണതും പത്രത്തിനും പ്രേക്ഷിത പ്രവർത്തനത്തിനൊക്കെ പോകണം. ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ചേച്ചിയും മേടിക്കും 3 കെട്ട്. അങ്ങനെ ഞങ്ങൾ 6 കെട്ട് പത്രം കൊണ്ട് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകും. പിന്നെ ക്യാൻസറിൻ്റെ മാത്രം ഹോസ്പിറ്റലുണ്ട്, അവിടെ പോകും. അങ്ങനെ ഒരു ദിവസം ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു സഹോദരനെ കുറേ ആളുകൾ ചേർന്ന് മുറുകെ കൈയും കാലും പിടിച്ച് കട്ടിലിൽ കെട്ടിയിടുകയാണ്. ഒരു പെൺകുട്ടിയും അടുത്ത് നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക്, ഇവിടെ കുറേ നാൾ മുമ്പ് ഒരു ധ്യാനത്തിൽ നമ്മുടെ അച്ഛൻ പറയണ്ടായിരുന്നു, അച്ഛൻ്റെ പള്ളിയിലായിരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ വയലൻ്റായിട്ട് കൊണ്ടുവന്നപ്പോൾ അയാൾ ശല്യം ചെയ്തിട്ട് ആ കൂടെ വന്ന ആൾക്കാർ അയാളുടെ മേല് കയറി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു, അയാൾ ശാന്തനായിരുന്നു. അപ്പോൾ ഞാൻ സുശീലച്ചോട് പറഞ്ഞു, ചേച്ചി വിശ്വാസ പ്രമാണം ചൊല്ലി ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ഈശോയെ ഈ മകനെ ശാന്തമാക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ മകൻ അത്ഭുതകരമായിട്ട് അവൻ അങ്ങനെ ഒന്ന് ഉറങ്ങിപ്പോയി. അവരൊന്നും കൂടി അവൻ്റെ കയ്യും കാലും കെട്ടിയിട്ട് പറഞ്ഞു, ഞങ്ങൾ വെളുപ്പിന് വന്നതല്ലേ, ഒരു ചായ കുടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി. ഇപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആ മോളോട് ചോദിച്ചു, മോളെ ഇതാരാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ചേച്ചി, എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. അത് ആൾ മാറി രാത്രിയിൽ ഒരു അടി കിട്ടിയതാണ്, ഞരമ്പ് ചതഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയലൻ്റ് ആവും, അപ്പോൾ ഇവിടെ കൊണ്ടുവരണതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് വരുന്നതാണ്, ചേച്ചി ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്, എൻ്റെ കയ്യിൽ നേർച്ച വസ്തുക്കളെല്ലാം ഉണ്ട്. ഞാൻ ഈ കുട്ടിക്ക് പത്രം കൊടുത്തു, മാതാവിനെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ഓരോ അത്ഭുത സാക്ഷ്യങ്ങളെ, ജീവനുള്ള സാക്ഷ്യങ്ങളെക്കുറിച്ച് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എൻ്റെ സാക്ഷ്യം പറഞ്ഞു. ആ മോൾക്ക് നല്ല വിശ്വാസമായി, ചേച്ചി വീട്ടിൽ പോയാൽ ഉടനെ തന്നെ ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ പൊക്കോളാമെന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ സാധനങ്ങളുണ്ട്. ഞാൻ ആ കുട്ടിക്ക് ഉപ്പ്, ലോക്കറ്റ് എല്ലാം കൊടുത്തു. ഞാൻ ഒരു തുള്ളി തൈലം ഈ മോൻ്റെ നെറ്റിയിലൊന്ന് കുരിശ് വരച്ചോട്ടെ എന്ന് ചോദിച്ചു, പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പ്രാർത്ഥിച്ചോ ചേച്ചി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു പേടി, ഞാൻ തൊടുമ്പോഴെങ്ങാൻ അവരെഴുന്നേറ്റ് അവിടെയുള്ള എല്ലാവരും കൂടി എന്നെ പിടിച്ച് അവിടെ കെട്ടിയിടും, കാരണം അത്ര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളൊന്ന് തൊട്ട് നോക്കിയെന്ന് പറഞ്ഞു. അവൾ തൊട്ടപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ മാതാവിൻ്റെ തൈല വിശ്വാസ പ്രമാണം ചൊല്ലി ആ മോൻ്റെ നെറ്റിയിൽ കുരിശിട്ട് കൊടുത്തു. ഞങ്ങൾ കുറേ സമയം ആ വാർഡിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളവർക്കറിയാം, അത്ര വലിയ വാർഡാണ്. ഓരോ കട്ടിലിൻ്റെ അടുത്തും പോയി ഞങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞാണ് ഞങ്ങൾ പേപ്പർ കൊടുക്കുന്നത്, ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ്. അങ്ങനെ ഒരുപാട് മക്കൾ, ഞാൻ അവരുടെ ഫോൺ നമ്പർ വാങ്ങിക്കും, ഞാൻ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും. പിന്നെ എനിക്ക് വരുമാനമൊക്കെ വളരെ കുറവുള്ളൊരു ജോലിയാണ്, എന്നാലും എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. അങ്ങനെ അവർക്ക് അയച്ചു കൊടുക്കും. പറ്റുന്നവരെ കൊണ്ട് അവരെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. പിന്നെ അങ്ങനെ ഒരുപാട് മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. തൃശ്ശൂർ ടൗണിലിരിക്കുന്ന പാവങ്ങൾക്ക് പൊതിച്ചോറ് കൊണ്ടുപോയി ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ പലരോടും ചോദിച്ച് ഞാൻ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വസ്ത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് എനിക്ക് പരിചയമുള്ളൊരു കുട്ടി അനാഥാലയത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കുട്ടിയോട് പറഞ്ഞ് അവർ വന്ന് ഇവിടെ നിന്നല്ല, കോട്ടയത്താണ്, അവർ വന്ന് ആ ഡ്രസ്സുകൾ കൊണ്ടുപോയി അവർക്ക് കൊടുക്കും. പിന്നെ മക്കളൊക്കെ ഉണ്ടായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ കുറേ മാതാപിതാക്കൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് അവർക്ക് ഞങ്ങൾ
സിസ്റ്ററോട് ചോദിച്ചു, എന്താ സിസ്റ്റർ ഞങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു തരണ്ടേ, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരട്ടെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഇവരെല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കുന്നവരല്ല, ഇവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നോക്കി തന്നെ വേണം ഇവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, അങ്ങനെ നിർബന്ധമാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങി തന്നാൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഒരു ലിസ്റ്റ് തന്നു. ആ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. 25 അമ്മമാരുണ്ട്, അമ്മമാർക്ക് കാല് ചവിട്ടാൻ ഒരു ചവിട്ടി വാങ്ങി തരുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ 25 അമ്മമാർക്കും ഞങ്ങൾ ചവിട്ടി വാങ്ങിക്കൊടുത്തു, കാലിരുന്നിട്ട് കാല് ചവിട്ടാനായിട്ട്. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി ജീവിതം. ഉടമ്പടി എന്തിനാണ്? ഉടമ്പടി ജീവിക്കാനാണ്. ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുകയാണ്. ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ജീവിക്കുന്ന സാക്ഷിയായിട്ട് എൻ്റെ മരണം വരെ ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിക്കും. ഉടമ്പടി വഴിയാണ് ഞാൻ സ്ഥാനപ്പെട്ട് ജീവിക്കുന്നത്. അക്രൈസ്തവരായതുകൊണ്ട് മറ്റ് വേറെ ഒന്നും പറ്റില്ല, വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛന് ഈ കഴിഞ്ഞ ധ്യാനത്തിൽ തന്നെ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഒരാളെങ്കിലും തീക്ഷ്ണമായിട്ട് വിശ്വാസത്തിൽ നിന്നാൽ മതി, അതുവഴിയായിട്ട് കുടുംബം രക്ഷപ്പെടുമെന്ന്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, അത് ഈ നമ്മുടെ അച്ഛൻ അനുദിന അനുഗ്രഹ പ്രാർത്ഥന, അതായത് മോളുടെ ബയോപ്സിക്ക് കൊടുത്തിട്ട് തിങ്കളാഴ്ചയാണ്, ചൊവ്വാഴ്ച അച്ഛൻ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പറയുകയാണ്, ഒരു രോഗത്തെ ഭയന്നിരിക്കുന്നവരോട് ഈശോ പറയുന്നു ആ രോഗത്തോട് പോയി പണി നോക്കാൻ. അപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി, നെഞ്ച് പൊട്ടി, ഞാൻ അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞു. ഞങ്ങൾ ഭയന്നിരിക്കുകയാണ് ഒരു രോഗത്തെ. അത് തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. ആ ചൊവ്വാഴ്ച തന്നെ അച്ഛൻ ധ്യാനത്തിലും പറയുന്നു, കെ എന്ന അക്ഷരം ഈശോ കാണിക്കുന്നു. അത് ആ കെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏതാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അവർ ഭയന്നിരിക്കുന്ന കാര്യം ഈശോ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നമ്മുടെ അച്ഛൻ പറഞ്ഞു. ആ ധ്യാനം റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും അത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് ഈശോയും മാതാവും തന്നിട്ടുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനിയുള്ള കാലവും ഒരുപാട് സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച കൃപാസന മാതാവിനും കോടാനക്കൊടി നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി റോഷ്നി, എൻ്റെ ഹസ്ബൻഡ് റിൻഡോ ജോസ്. ഞങ്ങൾക്കായി കൃപാസനത്തിൽ വഴി ഉടമ്പടി വഴി ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞ് ജുവാൻ ഐസക് റിൻഡോ. ഞങ്ങൾ കോയമ്പത്തൂരിലാണ് വരുന്നത്. ഡിവൈൻ മേഴ്സിയാണ് ഞങ്ങളുടെ ഇടവക. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്ത ദിവസം 20 ഡിസംബർ 2022. എൻ്റെ അമ്മ ഓൾറെഡി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായി. കുറേ വർഷങ്ങളായിട്ട് അമ്മ പറയും ഉടമ്പടി എടുക്കുക, പോയി പ്രാർത്ഥിക്കുക, മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത്. എനിക്ക് മാതാവിനെ ഇഷ്ടമാണ്, പക്ഷേ അധികം മാതാവിൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല. വിശ്വാസമുണ്ട്, പക്ഷേ എന്തോ അറിയില്ല, മാതാവിൻ്റെ അടുത്ത് ഞാൻ ഒന്നുമേ ചോദിച്ചിട്ടില്ല. എപ്പോഴും ഡയറക്റ്റായിട്ട് ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കുക. കല്യാണത്തിന് മുമ്പ് തൊട്ട് അമ്മ പറയുമായിരിക്കും എടുക്കുമെന്ന്. അവസാനം ഞങ്ങളുടെ കല്യാണം ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നെ എടുക്കാമ്മ എന്ന് പറയും. 2019 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 3.5 വർഷമായി, കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് ഒന്നും പോയില്ല. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. അവസാനം ഞങ്ങൾ ഡോക്ടറിനെ കാണിക്കാൻ പോയി. കാണിച്ചപ്പം എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ ഒരു ചെറിയ സിസ്റ്റുണ്ടായി. ഡോക്ടർ പറഞ്ഞത് ഓപ്പറേറ്റ് ചെയ്തെടുക്കണം. ആദ്യം ടാബ്ലറ്റ് തരാം, അത് കഴിച്ചു നോക്ക്, ഇല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ചേട്ടൻ്റെ സ്പേം കൗണ്ട് മോഡലിറ്റി എല്ലാം ടെസ്റ്റ് ചെയ്തപ്പം ഫുൾ 0 ആയിരുന്നു. സ്പേം കൗണ്ട് 13 മാത്രമേ ഉണ്ടായുള്ളൂ. വളരെ തീരെ കുറവാണ്. ഡോക്ടർ പറഞ്ഞു 0% ആണ്, നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവാൻ ഒട്ടും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. ഭയങ്കര സങ്കടത്തോടെയാണ് വീട്ടിലേക്ക് ഞങ്ങൾ മടങ്ങിയത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ആദ്യം നിൻ്റെ സിസ്റ്റ് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വേറെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അവരും അത് തന്നെ പറഞ്ഞു, ഇത് ഓപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അറിവ് കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷനൊക്കെ ചെയ്തു. ഒക്ടോബറിൽ ഓപ്പറേഷൻ ചെയ്തു. നവംബറിൽ ചെക്കപ്പിന് പോയപ്പം 1 മന്ത് ആയിട്ടുള്ളൂ. ചെക്കപ്പിന് പോയപ്പം ആ സിസ്റ്റിൻ്റെ വലിപ്പം കൂടി. ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് പിന്നെയും സിസ്റ്റ് ഉണ്ടായി. റൈറ്റ് ഓവറിൽ നന്നായിട്ടുണ്ടായി. ആ സ്ഥലത്തും സിസ്റ്റ് ഫോമായിട്ടുണ്ടായി. അത് 4.6 ഇഞ്ച് ഉണ്ടായി. ഭയങ്കര സങ്കടത്തോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയത് ഞങ്ങൾ. എന്താടാ സിസ്റ്റ് ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടറെ പറഞ്ഞു ഇത് എങ്ങനെ വന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, റിയലി സോറി, ബിക്കോസ് 6 മന്ത്സ് കഴിയുന്നവരെ ഇത് എന്തായാലും ഓപ്പറേഷൻ ചെയ്ത സിസ്റ്റ് വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ വാക്ക് ഒന്നാണ്, ഇപ്പോൾ ഞാൻ പറയണത് കേൾക്ക്, കൃപാസനെ പോ. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 20 വിശ്വാസത്തോടു കൂടെ ജപമാല ചൊല്ലി ഞങ്ങൾ കൊരട്ടി വന്ന് അവിടെ നിന്ന് ബസ് കയറി. ട്രിവാൻഡ്രം ബസ് കിട്ടി. ഇവിടെ 5 മണിക്ക് ഞങ്ങൾ എത്തി. വിശ്വാസത്തോടെ ഇവിടെ ഞാനും ഹസ്ബൻഡോട് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് 6 നിയോഗങ്ങൾ വെച്ച് ആദ്യത്തെ നിയോഗം എൻ്റെ കുഞ്ഞിന് വേണ്ടി വെച്ചതാണ്. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. 3 മാസം ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന്, പക്ഷേ കുഞ്ഞ് ഉണ്ടായില്ല.
പക്ഷേ എൻ്റെ ബാക്കിയുള്ള 4 നിയോഗങ്ങൾ സാധിച്ചു തന്നു മാതാവ്. ഞങ്ങൾക്ക് സ്ഥലം മേടിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായി, ചേട്ടൻ്റെ നല്ലൊരു ജോലി, പപ്പയുടെ ബിസിനസ്. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ കാനഡ വീസ കുറേ വർഷങ്ങളായി ചേച്ചി ട്രൈ ചെയ്യായിരുന്നു കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. IELTS എക്സാമൊക്കെ എഴുതി, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായി. ആ നിയോഗങ്ങളൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി. പക്ഷെ കുഞ്ഞിന് വേണ്ടി സാധിച്ചു കിട്ടിയില്ല. എന്നാലും ഞാൻ സന്തോഷത്തോടെ വിശ്വാസത്തോടെ ഉടമ്പടി പുതുപ്പിക്കാൻ തിരിച്ചും ഇവിടെ എത്തി മാർച്ച്. അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ മാതാവ്, ഈ പ്രാവശ്യം ഞാൻ കുഞ്ഞിനെ ചോദിക്കുന്നില്ല. എന്തുകൊണ്ടാണ്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അമ്മയുടെ കൂടെ ഇരുന്ന് ഈ നിയോഗങ്ങളൊക്കെ ചോദിച്ചും ബാക്കി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട്, എനിക്കത് മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഏപ്രിലിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ മാതാവ് ബ്ലൂ കളർ ക്യാൻഡിലിൽ എനിക്ക് ഒരു കുഞ്ഞിൻ്റെ ഒരു മുഖം തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തോന്നലായിരിക്കും. എന്താ മാതാവ്, ഇത് തോന്നലാണോ, ശരി പോട്ടെ എന്ന് പറഞ്ഞ് പിന്നെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെയും ഒരു അമ്മ പ്രഗ്നൻ്റ് ആയ പോലെ എനിക്ക് കാണിച്ചു തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് സത്യമാണോ എന്ന് ഞാൻ അടുത്തു പോയി നോക്കിയപ്പം ആ സ്റ്റാച്ചു പോലെ ആ മെഴുകുതിരി അങ്ങനെ ഉരുകി വരുന്നത് ഞാൻ കണ്ടു. ഒരമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്നുണ്ട്. അടുത്തൊരു നല്ലൊരു ടെഡിബിയർ പോലെ നല്ലൊരു കുഞ്ഞിനെ അമ്മ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ഭയങ്കര സന്തോഷം. ഞാൻ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് അമ്മ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, തീർച്ചയായിട്ടും നീ പ്രഗ്നൻ്റ് ആവും, ഈ സാക്ഷി മതിയല്ലോ നിനക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ മെഡിസിൻസൊക്കെ തന്ന ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ കൃപാസനം തേനെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുടിക്കും. പിന്നെ തൈലം എടുത്ത് എൻ്റെ സിസ്റ്റം ലെഫ്റ്റ് ഓവറി റൈറ്റ് ഓവറിയിലുള്ള സിസ്റ്റിൽ ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ധ്യാനം കൂടും. ധ്യാനത്തിൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റിന് വേണ്ടി അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കൈവച്ച് അവിടെ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് എൻ്റെ സിസ്റ്റിനെ സുഖപ്പെടുത്തി തരണമേ ദൈവമേ, യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് എൻ്റെ ഗർഭപാത്രം തുറന്ന് തരണമേ എന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. അങ്ങനെയാണ് വിശുദ്ധ കുർബാന ഞാൻ സ്വീകരിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നീ ഇന്ന് പോയി സ്കാൻ എടുക്കുക എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ അമ്മയും ആ നിമിഷം തന്നെ വന്ന് പറഞ്ഞു, കുറേ ദിവസമായില്ലേ, നീ ഒന്ന് സ്കാൻ എടുക്കുക, നീ എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കാൻ എടുക്കാൻ പോയതാ. നോക്കിയപ്പോൾ ലെഫ്റ്റ് ഓവറി റൈറ്റ് ഓവറി രണ്ടുമേ സിസ്റ്റില്ല, ഫുൾ ക്ലിയറായി. ഭയങ്കര സന്തോഷമായി. പിന്നെ ചേട്ടൻ്റെ സ്പേം കൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതും ടെസ്റ്റ് ചെയ്തപ്പം ലാക്സ് കണക്കിൽ അത് മാറി. മോഡലിറ്റി 0 ആയിരുന്നത് പോസിറ്റീവായി. സ്പേം കൗണ്ട് നല്ല കൂടിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പ്രഗ്നൻ്റ് ആവും, നെക്സ്റ്റ് മന്ത് തന്നെ പ്രഗ്നൻ്റ് ആവും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. സ്പേം കൗണ്ട് ആദ്യം എടുത്ത 13, പിന്നെ 63 ലാക്സിൽ കൂടി. അങ്ങനെ ഭയങ്കര ഞങ്ങൾ സന്തോഷിച്ച് പിന്നെ മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു. പിന്നെ പറഞ്ഞു, മാതാവേ എപ്പോൾ കിട്ടുമെന്ന് മാതാവ് തന്നെ തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ഇടയ്ക്ക് എനിക്ക് ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇൻഡിഗോ എയർലൈൻസിൽ ഡയറക്റ്റ് സ്റ്റാഫായിട്ട് ജോലി കിട്ടി. പിന്നെ ട്രെയിനിങ്ങിന് പോവാൻ എല്ലാം റെഡി ആയപ്പോഴാണ് ജൂലൈ 30th എനിക്ക് ഫ്ലൈറ്റാണ്. പക്ഷേ ജൂലൈ 29th ഞാൻ എന്തോ ടെസ്റ്റ് ചെയ്യാമെന്നൊരു കൺഫർമേഷൻ, ഫ്ലൈറ്റ് കയറുന്ന മുമ്പ് ഒരു ടെസ്റ്റ് ചെയ്യാമെന്ന് ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവാണ് പ്രഗ്നൻസി. എനിക്ക് 34 ഇയേഴ്സ് ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എനിക്ക് ജോലി വേണ്ട, എനിക്ക് മാതാവ് തന്ന കുഞ്ഞ് മതി എന്ന് സന്തോഷത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 8 മാസമായപ്പം വാവ ബ്രീച്ച് പൊസിഷനിലെത്തി. ഭയങ്കര സങ്കടം ഉണ്ടായി. കറക്റ്റായിട്ട് ഗ്രോ ആയിട്ട് എനിക്ക് നോർമൽ ആയാലും സിസറിൻ ആയാലും നല്ല ഗ്രോത്ത് ആയിട്ട് എൻ്റെ കുഞ്ഞ് വരണമെന്ന് പ്രാർത്ഥിക്കൂ. അപ്പം ഞങ്ങൾ ബ്രദർ വിജയകുമാർ ബ്രദറിൻ്റെ അടുത്ത് അവിടെ കോയമ്പത്തൂരിലെ പ്രാർത്ഥന മറിയൻ സ്പൈസസിൽ പോവായിരുന്നു ഞായറാഴ്ച. അങ്ങനെ ഞങ്ങൾ പോയപ്പം ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദർ ഇങ്ങനെ ബ്രീച്ച് പൊസിഷനിലുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ബ്രദർ എനിക്ക് ജപമാല തന്നിട്ട് പറഞ്ഞു, നീ നോർമൽ ആണെങ്കിലും സിസറിൻ ആണെങ്കിലും പേടിക്കണ്ട, നിനക്ക് ദൈവം ഡു നോട്ട് ഫിയർ എന്നാണ് ബൈബിൾ വചനം നിനക്ക് തന്നിരിക്കണേ, നീ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം പോയി സ്കാൻ ചെയ്തപ്പോൾ ബ്രീച്ച് പൊസിഷനിൽ നിന്ന് വാവ മാറി നോർമൽ പൊസിഷനിലായി. ഞാൻ പ്രാർത്ഥിച്ചത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതാണ്. എനിക്ക് ഈസ്റ്റർ അന്ന് 2024 അന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്ന ദിവസം എൻ്റെ കുഞ്ഞ് പുറത്ത് വരണം. ഈശോയുടെ രക്തം കൊണ്ട് ഉണ്ടായ കുഞ്ഞാണ്. ഈശോയുടെ രക്തം കൊണ്ട് തന്നെ ഈശോയുടെ അന്ന് ഉയർപ്പിൻ്റെ ദിവസം തന്നെ ജനിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് മാർച്ച് 30 വാവ ജനിച്ചു. ഒരു കുറവില്ലാതെ, ഒരു പ്രശ്നമില്ലാതെ ആരോഗ്യത്തോടെ ജനിച്ചു. അതുമല്ലാതെ ഞാൻ ഭയങ്കര ബ്ലാക്കാണ്. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും, കുടുംബത്തിലെ എല്ലാവരും എന്നെ കളിയാക്കും.
പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞ് എന്നെ പോലെ ബ്ലാക്കായി വരരുത് മാതാവേ, കളർ വേണം, അധികം കളറില്ലെങ്കിലും എന്നെ പോലെ വേണ്ട എന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും അതിശയിച്ചു. ഡെലിവറി ചെയ്തപ്പോൾ നിൻ്റെ കുഞ്ഞാണോ, നീ ഇത്രയും കറുത്തിട്ടുണ്ട്, നിൻ്റെ കുഞ്ഞ് ഇത്രയും വെളുത്തിട്ടുണ്ട് ഇപ്പോൾ വരെ എല്ലാവരും പറയും. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ പറയുന്ന വാക്ക് ഇതാണ്, ദൈവത്തിൻ്റെ നാമത്തിൽ എന്നേക്കും മഹത്വം ഉണ്ടാവട്ടെ, എൻ്റെ തല എന്നേക്കും കുടിയട്ടെ എന്നാണ്. ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചേച്ചിയുടെ മോൾക്ക് അപ്പൻഡിക്സ് ഉണ്ടായി, ഓപ്പറേഷൻ വരെ എത്തി. അങ്ങനെ ഞങ്ങൾ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹത്തിനും അമ്മ മാതാവ് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് മാധ്യസ്ഥം വെച്ച് ഞങ്ങൾ വഴി നടത്തതിനും കൊടാനക്കൊടി നന്ദി. അതേപോലെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ പത്രം കൊടുക്കാൻ ആദ്യം മടിച്ചു. പിന്നെ ഞാൻ തോർത്തു എന്തിനാ മടിക്കണേ, ദൈവത്തിനെ കുറിച്ചല്ലേ നമ്മൾ കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി പത്രം കൊടുക്കാറുണ്ട്, കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഓർഫനേജിൽ പോയി അവരൊക്കെ വിസിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കുടുംബത്തിൽ എപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഉടമ്പടി എടുക്കണ മുമ്പ് ഉടമ്പടി എപ്പോൾ എടുത്തോ അപ്പോൾ തൊട്ട് എനിക്കും ചേട്ടനും എപ്പോഴും നല്ലൊരു സമാധാനമുണ്ട്, വീട്ടിൽ ഒരു സന്തോഷം എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പ്രാർത്ഥിക്കാറുണ്ട്, കുടുംബ പ്രാർത്ഥന എന്നും ചൊല്ലാറുണ്ട്, മുടങ്ങാറില്ല. എന്നും ഞങ്ങൾ എവിടെ പോയാലും വന്നാലും എന്നെക്കാട്ടിലും ചേട്ടൻ പറയും മാതാവിനോട് പ്രാർത്ഥിക്കുക, മാതാവിൻ്റെ അടുത്ത് എല്ലാ കാര്യം പറഞ്ഞ് അപേക്ഷിക്കുക എന്നാണ്. യേശുവിൻ്റെ അനുഗ്രഹത്തിനും മാതാവിനും